ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ഈ നമ്മളെല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. കനിയെ സംബന്ധിച്ചും എല്ലാം തുറന്നു പറയുന്ന വ്യക്തിയാണ്. നമ്മൾ തുറന്ന് പറയും, നമുക്ക് എന്താണ് പറയേണ്ടത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്ന വ്യക്തി തന്നെയാണ്. എനിക്കറിയാം, ഞാൻ റിപ്പോർട്ട് ടിവിയിലുള്ളപ്പോഴാണ് ഞാൻ വിളിക്കുന്ന അവാർഡ് കിട്ടിയപ്പോൾ, ബിരിയാണിക്ക് അവാർഡ് കിട്ടിയപ്പോ ഞാൻ വിളിച്ചു തുറന്നു പറഞ്ഞോ ഞാനപ്പോ ഒരു ചാനലുകാർക്ക് ഞാൻ എന്റെ കൊടുത്തിരുന്നു, അത് റിപ്പോർട്ടറല്ലെന്ന് തോന്നുന്നു. നമ്മള് മീറ്റ് ദ എഡിറ്റേഴ്സിന് വന്ന് ഞാൻ നികേഷ് സാർ ഉൾപ്പെടെ അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തും പറയാൻ എന്ന് ഒരു വിചാരമല്ല. നമ്മളോട് എങ്ങനെയാണ് ആളുകൾ പെരുമാറുന്നത് ആ രീതിക്കുള്ള മറുപടി കൊടുക്കുന്ന കനീനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ഒരാൾ പറഞ്ഞാൽ ഏറ്റവും ഫീൽ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും വെച്ചാൽ കനി എന്ത് പറയും? കനി ചിലപ്പോ ഒരു വിഷമം തോന്നിയ ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റിലായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞതായിരിക്കാം. അങ്ങനെ ഒരു കാരണം ഫീൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നത് അതൊക്കെ അപ്പഴേ കളയും. എനിക്ക് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി അത് ഓർത്തെടുത്തിട്ട് അവനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതാരായാലും എനിക്ക് അങ്ങനെ ഞാൻ ഹേർട്ട് മനസ്സിൽ വെക്കാറില്ല. ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നത് അടുപ്പമുള്ളവർ പറഞ്ഞാലേ എനിക്ക് ഹേർട്ട്. ഇപ്പോ കുട്ടികാലത്തൊക്കെ കുറച്ചും കൂടെ നമുക്ക് ആ പരിചയമില്ലാത്തവർ പറഞ്ഞാലും സങ്കടം വരുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവരും അങ്ങനെ മാറുമായിരിക്കും. എനിക്കങ്ങനെ അടുപ്പമില്ലാത്ത നമ്മൾ അറിയാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഹേർട്ടൊന്നും വരത്തില്ല. എനിക്ക് ഹേർട്ട് വരുന്നത് ഞാൻ ആരെങ്കിലും വിഷമിക്കുകയാണ് എനിക്ക് ശരിക്കും ഹേർട്ട് വരുന്നത്. ഇപ്പൊ തന്നെ ഇന്ന് ഞാൻ ഒരാളുടെ അടുത്ത് ഇപ്പൊ ആരെന്നാ പറഞ്ഞില്ല, ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഹേർട്ടായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് സങ്കടം വന്നു. ഞാൻ വെച്ചു ദൈവമേ ഞാൻ എന്തിനാണ് ഇപ്പൊ അവരെ പറഞ്ഞത്. അതെനിക്ക് ഹേർട്ടാവാറുണ്ട്. എനിക്ക് ശരിക്കും ഹേർട്ടാവുന്നത് ഞാൻ വേറെ ആരെങ്കിലും വിഷമിപ്പിക്കുമ്പോഴാണ് ശരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ വളരെ അടുപ്പമുള്ളവരും അവർ നമ്മളോട് എന്തെങ്കിലും പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണല്ലോ. അപ്പൊ നമുക്ക് ഹേർട്ട് ആവുമ്പോൾ നമുക്ക് രണ്ട് വിഷമാണ് ഉണ്ടാകുന്നത്. നമുക്ക് വിഷമാവുന്നതും പക്ഷെ അവരെ കൊണ്ട് നമ്മളിത് പറയിപ്പിച്ചു എന്നുള്ള വിഷമം. ഇതൊക്കെ അടുപ്പമുള്ളവരുടെ ഇടയിലാണ് എനിക്കുണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയുകയും അത് ബാക്ക് ഫയർ ചെയ്യുകയും ചെയ്തിട്ട് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ എന്നുള്ളത്. ഹേർട്ടൊന്നുമല്ല. നമ്മൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ ആണെങ്കിൽ ഇനി എവിടെ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ പറഞ്ഞതൊന്നും അല്ലാത്ത ആളുകൾ പറയുന്നു ഇതെന്ത് ഇങ്ങനെ അങ്ങനെ തോന്നാറുണ്ട്. എന്ത് എന്നീ ലോകം. എനിക്ക് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ് തോന്നുന്ന ആളുകൾക്ക്. എനിക്കറിയില്ല, അങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിന്റെ തന്നെ തീർത്തും വിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ തലക്കെട്ടായിട്ട് തന്നെ ചിലപ്പോൾ ഇന്റർവ്യൂ ആണോ തന്നെ കൊടുക്കുള്ളൂ. പിന്നെ അതിന്റെ താഴെയാണല്ലോ എഴുതുന്നത്. അപ്പൊ നമ്മളിങ്ങനെ അത് കണ്ട് അന്താളിക്കുക എന്നാണ് എനിക്ക് പറയേണ്ടത് തോന്നുന്നു. ഹേർട്ടല്ല, ഞാനിങ്ങനെ എന്നാവാറുണ്ട്. ഇല്ല, എനിക്കങ്ങനെ ഒരു ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ടും അങ്ങനെ ഇല്ല. എനിക്കങ്ങനെ ഒരാൾക്ക് ഇപ്പൊ ഒരു ആൾക്കാർ പറഞ്ഞു ഓർത്തിട്ട് എന്തായാലും ഞാനിപ്പോ എന്തായാലും അങ്ങനെയല്ല. അതൊക്കെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഒരു ഹേർട്ടില്ല. അടുപ്പമുള്ളവർ പറഞ്ഞാലേ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഇന്ന് രാവിലത്തെ സ്വഭാവമല്ലോ വേറൊരു സ്വഭാവം തന്നെ. ശരിക്കും വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ സ്വഭാവമാണ്. വെയിൽ വന്നാൽ എന്റെ ഒരു സഹിഷ്ണുത എനിക്ക് അപ്പൊ ഉണ്ടാവില്ല. അപ്പൊ എന്റെ സ്വഭാവം മാറും. മയിലിനെ പോലെ മഴക്കാർ കണ്ട അപ്പൊ പീലി വിടർത്തിയാണ്. സന്തോഷമാണ്. സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, എനിക്കങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വഭാവമൊക്കെ മാറും. നമ്മള് മാറ്റണ്ടേ, മോശം സ്വഭാവം കളയണം. നല്ലത് മാറ്റമുണ്ട്. ഓട്ടാ തോന്നുന്നു. ആൾക്കാരൊക്കെ പറയുന്നു മോശവും ഉണ്ട്. ചില നല്ല പോലെ ഉണ്ടായിരുന്ന സ്വഭാവങ്ങൾ പലതും എനിക്കിപ്പോ ഇല്ല. എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും. ഇപ്പൊ പണ്ടൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. ദേഷ്യം വരുമ്പോ എനിക്ക് ഇത്രയും ദേഷ്യം ഉണ്ടോ എനിക്ക് തന്നെ ഞാൻ തന്നെ ഞെട്ടുന്ന പോലെ എനിക്ക് ഉണ്ടാവാറുണ്ട്. വരുമ്പോ അതിന്റെ നമുക്കൊരു പരിമിതിയും വെക്കണമല്ലോ അതിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇല്ല, എനിക്ക് വരുമ്പോ നന്നായിട്ട് വരുന്നു. അപ്പൊ അതൊരു കുറച്ച് നാളായിട്ട് ഉണ്ടല്ലോ ഇത് മോശം ഒരു സാധനം ഞാൻ അക്വയർ ചെയ്ത് എവിടെ നിന്നാണ് എടുത്തോണ്ട് വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മോശം ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് ടോളറൻസ് ലെവലിൽ കൂടി അത് നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെ നല്ലതും മോശമായിട്ടുള്ള മാറ്റങ്ങൾ സ്വഭാവത്തിലുണ്ട്. ചെയ്ത സിനിമകൾ പിന്നീട് അത് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെയല്ല, ആദ്യമേ വേണ്ടാന്ന് തോന്നിയിട്ട് പക്ഷെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പൈസ മേടിച്ചു കഴിഞ്ഞാൽ തീരെ തോന്നാറില്ല. അല്ല, എന്തിനാ ആദ്യം വരുമ്പോഴേ ഇത് കുഴിയാണ്. പക്ഷെ വേറെ ഓക്കെ കുഴിയിലേക്ക് ചാടാം. അത് സിനിമ മാത്രമല്ല, നാടകമൊക്കെ തോന്നിട്ടുണ്ട്. പഠിക്കാൻ പോകുമ്പോൾ തോന്നിട്ടുണ്ട് ഈ കോഴ്സിൽ ഞാൻ എന്തിനു ചേർന്നു, ഇതൊരു കുഴിയാണല്ലോ, ഇത് എനിക്ക് പറ്റിയ കോഴ്സല്ല, ചാടിയേക്കാം. അങ്ങനെ ഞാൻ പല കാര്യവും ചെയ്യാറുണ്ട്. അങ്ങനെ ചാടുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ ഇതാണ് ഈ കുഴി. അല്ല, പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, ഇപ്പൊ നടീന്നുള്ളതിൽ ഞാൻ ചിലത് എനിക്ക് ചെയ്യണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് പഠിക്കാനല്ലേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെയാണ്.
ഇപ്പൊ നിതിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം പ്രശാന്ത് ഏട്ടൻ അഭിനയിക്കുന്ന പ്രശാന്ത് ഏട്ടനും സുരാജ് ഏട്ടനും ചെയ്യുന്ന ഒരു സീൻ ഞാൻ ശരിക്കും അതിലില്ല. അന്ന് ഞാൻ കുറച്ച് നിന്നു. അപ്പൊ ഞാൻ പ്രശാന്ത് ഏട്ടൻ അത് അങ്ങനെ ചെയ്യുന്നു. നമ്മൾ കാണുമ്പോൾ ആക്ടേഴ്സിനെ കാണുമ്പോൾ പഠിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടേക്ക് ശരിയാവാത്തപ്പോൾ അവരെന്ത് ചെയ്താണ് അത് പഠിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്കത് അടുത്ത സിനിമയിൽ ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല. പക്ഷെ അതൊരു അറിവാണ്, എൻ്റെ ഒരു ഒബ്സർവേഷൻ പോലെ ഉള്ളൊരു അറിവാണ്. അത് എനിക്ക് ഉപയോഗപ്രദമാവണമെന്നും വേറെ ഇൻ ദ സെൻസ് ഉപയോഗപ്രദമാണ്. ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉപയോഗപ്രദമാണ്. എനിക്കൊരു നടിതളത്തിൽ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ചില സമയത്ത് നമ്മൾ ഓക്കെ ഇതൊക്കെ അത്ര ഓക്കെ അല്ലെങ്കിലും ഈ ഡയറക്ടർ സംസാരിക്കുമ്പോൾ വേറെ കുറെ കാര്യം ഞാൻ പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കഥ എനിക്ക് അത്ര ഓക്കെ അല്ല, ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ അത്രയും രസമായിട്ട് വരുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നിയാലും ഞാൻ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന മറ്റു പല കാര്യം കൊണ്ടും ചിലപ്പോൾ ഞാൻ ചെയ്യും. അങ്ങനെ എനിക്ക് ഒരു കാരണമല്ലല്ലോ നമുക്ക് എല്ലാം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി വീഴുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് വീഴ്ച നമുക്ക് വേണ്ടാത്തത് എടുക്കണ്ടല്ലോ. അപ്പോ നമുക്കറിയാം ഇതിലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് താമസിക്കാൻ പോകുമ്പോൾ ഇപ്പൊ നമുക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലത്തല്ല, അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. ചിലപ്പോൾ ആ വീടിന് ചെറിയ ചോർച്ചയുണ്ട്, പക്ഷെ നമ്മളത് പരിഹരിക്കാനും അല്ലെങ്കിൽ അതിന്റെ കീഴിൽ പോയി നിൽക്കേണ്ട, അത് മറിഞ്ഞു വീഴണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് താമസം മാറ്റേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഓരോ നമ്മളാ വേണ്ടാത്തത് എടുക്കാതിരുന്ന പോരെ, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞില്ല, വെയിലാണോ വന്നെ മഴയാണോ വന്നെന്ന് അറിയില്ല. അല്ല എനിക്ക് പറഞ്ഞ ടേരോ കേട്ടോ, പിന്നെ മഴക്കാറ് വന്നോ പീലി എന്റെ പീലി എടുക്കാറായോ? അല്ല ഞാൻ ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും ഞാൻ നേരെ റൂട്ടിലേക്ക് പോകാതെയും ചോദിച്ചോളൂ. എനിക്ക് കുറച്ച് ഉള്ളിൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഞാൻ ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കുണ്ടായ വിവാദങ്ങൾ ആയിരിക്കും, ഞാൻ അതിലേക്കൊന്നും അതിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ സിനിമയുടെ അതിൽ കുറച്ച് കനിയെ കിട്ടിയപ്പോൾ നമ്മളൊന്ന് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു സൂപ്പർ സംഭവമായി മാറണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുക. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് താങ്കളുടെ അടുത്ത് നിന്ന് വലിയ ആക്ഷൻ സിനിമകൾ കണ്ട് വളർന്ന ഞങ്ങളൊക്കെ അച്ഛന്റെ ഡയലോഗുകൾ അത് ഞാൻ അതേ അല്ലെന്ന് രണ്ട് സിനിമ കണ്ട മനസ്സിലായി. ലേലം 2 ഉണ്ടാകില്ല. ഉറപ്പിച്ചോ? ഇന്നലെ ഒരു ഉറപ്പില്ലാതായിരുന്നു. ഇല്ല, ഞങ്ങൾ വേറൊരു പ്രോജക്ടിന്റെ പ്ലാനിങ്ങിലാണ്. ലേലം 2 ഇനിയിപ്പം ഇപ്പൊ ആലോചിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇല്ല എന്ന് തീർത്ത് പറയാൻ പറ്റും. ഇല്ല എന്ന് തീർത്ത് പറയാം. അല്ലേ, എന്തുകൊണ്ടാണ് വേണ്ട എന്ന് വെച്ചത്? അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ല നമ്മളിപ്പം ഇപ്പോഴും നോക്കിയാലും ലേലം 2 കിടക്കുന്നുണ്ട്, ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ലിസ്റ്റ് ഞാനല്ലല്ലോ ലിസ്റ്റിൽ കിടക്കുന്നു. അപ്പൊ അതില്ല. ഇനി ഒരു പ്രൊജക്ട്, വലിയ പ്രോജക്റ്റ് എന്നുള്ള സാധനം ഒരിക്കലും നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു പ്രോജക്റ്റ് വലുതോ ചെറുതോ ഒക്കെ ആവുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി ചെയ്യാന്നുള്ളേ ഉള്ളൂ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പോലും ഇല്ല കേട്ടോ. അത് വയബിൾ ആയിട്ടുള്ളൊരു പരിപാടി ആയിരിക്കണം മറ്റൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉടനെ ഉണ്ടാവും. ഞാൻ എഴുത്തു പരിപാടികളിലേക്ക് ഇരിക്കുന്നു. സന്തോഷം ഓർമ്മപ്പെടുത്തിയതാ. സന്തോഷം എന്നും കൊടുക്കും കേട്ടോ. ഇതിലെനിക്ക് സന്തോഷം വേണ്ടാത്ത രീതിയിൽ എനിക്ക് നമുക്ക് നിതിന്റെ വൈഫിനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ പറയാം. വേറെ വഴിക്കും ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രഞ്ജൻ രാജാണ്. ക്യാമറ നിഖിലസ് പ്രവീൺ. പിന്നെ ആർട്ട് ഡയറക്ടർ സുരേഷ് കൊല്ലം. കോസ്റ്റ്യൂംസ് നിസാർ. എഡിറ്റർ മൻസൂർ മുത്തൂട്ടി. മേക്കപ്പ് റോണിക്സ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സഞ്ജയ് പടിയൂരാണ്. ലൈൻ പ്രൊഡ്യൂസറായിട്ട് എൻ്റെ ബ്രദർ തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ കഴിഞ്ഞ മുമ്പിലത്തെ പടത്തിലും ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന കാലം തൊട്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും. ഇവരെ എല്ലാവരും ഒന്നിച്ചാൽ കാണാൻ പറ്റും. ഈ മുൻനിരയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്. എല്ലാവരും. സുരാജിനെ നേരത്തെ കണ്ടത്, പ്രശാന്തിനെ എനിക്കറിയാം. പക്ഷെ വിശ്വാസ ചേച്ചി ആണെങ്കിലും ഗ്രേസിനാണെങ്കിലും ഞങ്ങൾ പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അതെ, അന്ന് പക്ഷെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. അവള് വേറെ ഡിവിഷനിലായിരുന്നു. വെറുതെ ഉള്ള അത് അങ്ങനെയാണ്. എല്ലാ ഇന്റർവ്യൂലും ഒരു കള്ളം വെച്ച് പറയണമെന്ന് വെച്ചിട്ട് ഓരോന്നിനും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. സ്കൂളിലേ പഠിച്ചിട്ടില്ല. അത് ഇവിടെ അവിടെയും തിരുവനന്തപുരത്താണെന്ന്. ട്രിവാൻഡ്രത്ത്. പക്ഷെ പഠിക്കുന്ന കാലത്ത് അവിടെ എല്ലാം ഉള്ളൂ. ഇല്ല, അന്ന് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഒരു വർഷം ഈ മുൻനിരയിലുള്ള എല്ലാവരെയും നേരിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ ശ്രേയ ചേച്ചി ഞാൻ അതിനും എനിക്ക് പരിചയമില്ല. ഞാൻ പുള്ളിക്കാരി ജോയിൻ ചെയ്യാൻ വരുമ്പോഴാണ്. കനിയെ അതെ, ഗ്രേസിനെ അതെ, ആൽഫിയെ അതെ, നിരഞ്ജനെ നേരത്തെ അറിയാം, അമ്മൂനെ അതെ,
പ്രശാന്തിനെ നേരത്തെ അറിയാം. സുരാജേട്ടനെ പക്ഷേ എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റുമായിട്ട് ആദ്യം കാണാൻ പോകുമ്പോഴാണ് ഞാൻ ആദ്യം ഒരു 5 മിനിറ്റ് ഞങ്ങൾ ഷാജോൻ ചേട്ടനെ അതെ ലൊക്കേഷനിൽ വരുമ്പോഴാണ്. നമ്മളും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കഥ പറയുമ്പോഴാണ്. അതെ അതെ ജസ്റ്റ് അറിയാം എന്നുള്ളേ ഉള്ളൂ. അതെ ഷാജോൻ ചേട്ടൻ, രമേശ് പിഷാരടി ചേട്ടൻ, ജനാർദ്ദൻ ചേട്ടൻ എനിക്ക് ആദ്യകാലം തൊട്ട് ഞാൻ ആദ്യ സിനിമ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് ജനാർദ്ദനങ്ങളെ പരിചയമുണ്ട്. അപ്പോൾ ജനാർദ്ദനങ്ങളെ എനിക്ക് നല്ല സിക്കുണ്ടായിരുന്നു. ബാക്കി ഇവരുമായിട്ടൊക്കെ ഓൺ ദ ഡേ ഓഫ് ഷൂട്ടാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അതൊന്നും അവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും, അതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. തൊട്ട് തുടങ്ങിയ സന്തോഷമാണ്. അടുത്ത സിനിമയിലേക്കും സന്തോഷം ഇടയ്ക്ക് തരുമെന്ന് വെച്ചാൽ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു തന്നപ്പോൾ, സൗഹൃദമല്ല ഒരു സിനിമയാണ് വലുതെന്ന് കാണുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയിൽ പല ആൾക്കാരെ വെക്കുകയല്ല നമ്മൾ സിനിമയ്ക്ക്. അതാണ് എനിക്ക് ഇതിൽ കണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ ഒരു തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടവരെ ഈ പ്രോഡക്റ്റിന് എന്താണോ വേണ്ടത് യെസ്, അതിന് ആവശ്യമുള്ളവരെ ചൂസ് ചെയ്യുക. അതിലേക്ക് നമ്മൾക്കൊപ്പം ഉള്ളവരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും നോക്കും. അതാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി പ്രോജക്റ്റ് നന്നാവുന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ആദ്യ പടത്തിൽ ഞാൻ കാസ്റ്റ് ചെയ്ത ആരും എൻ്റെ രണ്ടാമത്തെ പടത്തിലില്ല, രണ്ടാമത്തെ പടത്തിൽ കാസ്റ്റ് ചെയ്ത ആരും ഈ പടത്തിലില്ല. ഇവിടെ അങ്ങോട്ട് അതിനൊരു മാറ്റം ഉണ്ടാകണം. സന്തോഷം അത് വിട്ടു, സന്തോഷം കൊടുത്തതിനെ വിട്ടു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ ഇതിന്റെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഹോപ്പ് ചെയ്തു എൻ്റെ ഒരു സീസൺ 2 ഉണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി. അങ്ങനെ ആകുമ്പോൾ എല്ലാവരുമായിട്ടും എന്തായാലും ഞങ്ങൾ എവിടെ നിർത്തി അവിടെ നിന്ന് തുടങ്ങാൻ ഉള്ളൊരു അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇതിന്റെ 2 ഉണ്ടാകട്ടെ, സീസൺ 2 ഉണ്ടാകട്ടെ. അപ്പൊ എന്തായാലും സന്തോഷിപ്പിക്കാൻ തന്നെ നിങ്ങൾ ഉണ്ടാവും. ആ സന്തോഷം വലുതായി ആ സന്തോഷത്തിലേക്ക് പോകും. അല്ല, ഈ സ്വഭാവം ഒന്നും പറയാൻ മടക്കി വെക്കുമെന്നാണ് പറയേണ്ടത്. ഉള്ളൊന്നും മാറാറില്ല, പക്ഷെ നമ്മുടെ ചില പെരുമാറ്റങ്ങളൊക്കെ മാറ്റാറില്ലേ, മാറുമ്പോൾ. അത് എല്ലാവർക്കും ഉള്ളത്. അതെ അതെ, അതുപോലെ എനിക്കും ഉണ്ട്. എല്ലാവർക്കും ഉള്ളതേ ഉള്ളൂ, അല്ലാതെ കനിക്ക് മാത്രമല്ല. എന്നോടാ നേരത്തെ ചോദിച്ചത് സ്വഭാവം പറയുന്നു. എല്ലാവർക്കും ഉള്ളവരാണെങ്കിൽ എന്നോട് ചോദിക്കണ്ടല്ലോ. എങ്കിലും കനി ഓർമ്മശക്തിയാണ് കേട്ടോ. ഓർമ്മശക്തി ഉണ്ടല്ലേ? വിശപ്പ് വന്നിട്ട് നിൽക്കുകയാണ്. അതെ അതെ, ഇനി വിശപ്പ് കൂടുന്നവരും സ്വഭാവം മാറുന്നു. എന്നത്തെ റിലീസാ കാര്യങ്ങളൊന്നും പ്രഷർ റൂമിലേക്ക് ഉടനെ ഉണ്ടാവും. മിഡ് ജൂലൈയിലേക്കായിരിക്കും എൻ്റെ റിലീസ്. ഹോട്ട്സ്റ്റാർ പ്ലസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് അവരുടെ അടുത്ത സീരീസ് റിലീസ് ആയിരിക്കും. മിഡ് ജൂലൈയിലാണ് ഇപ്പോൾ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും സൗകര്യം പോലെ വീട്ടിലിരുന്ന് വീട്ടിലെ സൗകര്യത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾക്കൊരു മെജോറിറ്റിക്ക് എൻ്റർടൈൻഡ് ആവും എന്ന പ്രതീക്ഷയിലാണ് സിനിമ ചെയ്യുന്ന പോലെ ഇതും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാസ്റ്റ് ഉണ്ട്, അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത കഥയും തിരക്കഥയൊക്കെ ഉണ്ട്, അത്യാവശ്യം മോശപ്പെട്ട രീതിയിലല്ലാതെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം കണ്ടിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും സത്യസന്ധമായ അഭിപ്രായങ്ങൾ അറിയിക്കുക. സൂപ്പർ ഹിറ്റ് ആർട്ടിനെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാവരും കാണട്ടെ, അത് ആൾക്കാർ കാണട്ടെ, കാണുന്നതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാകട്ടെ. തീർച്ചയായിട്ടും ഇതിന്റെ സെക്കൻഡും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു. സന്തോഷം. ജർമ്മൻ ഇനി റിസൾട്ടുകളെടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.